ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ഡേ റുട്ടീനായിട്ടാണ്. ഇതിലൊരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം ഞാനൊരു 11 മണിക്ക് ശേഷം വന്നിട്ട് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേ. കാര്യം കുട്ടികളെല്ലാം പോയി. പിന്നെ വിചാരിച്ചു ഉച്ചക്കുള്ള റെസിപ്പി ഞാൻ അധികം കാണിക്കലില്ലല്ലോ, അത് എന്താ പറയുക, ആ ഒരു വീഡിയോ ആയിട്ട് വരാണ്. പിന്നില്ലേ ഇന്നത്തെ ദിവസം രാവിലെ കുട്ടികളെല്ലാം സ്കൂളിൽ പോയ ശേഷം ഞാനൊക്കെയും മുറ്റത്ത് പോയിട്ടുണ്ടായിരുന്നു. മുറ്റത്ത് പോയാലും നമ്മൾ പറമ്പിൽ കുറേ എന്താ പറയുക ഫ്രൂട്ട്സിൻ്റെ തൈകൾ നട്ടിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഈ ഒരു എന്താ പറയുക കപ്പൻ്റെ മരം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ കുറേ അധികം ആയാലും ഞാൻ ഇക്കാനോട് പറഞ്ഞ് നമുക്ക് ഒരു വലിയ മരം ഉണ്ടായിട്ടുണ്ടായി, അത് ഒഴിവാക്കിയെന്ന്. അങ്ങനെ ഇക്ക വേഗം അതിങ്ങനെ ഒഴിവാക്കുന്ന ടൈം, അതിങ്ങനെ പൊരിച്ച് നോക്കുന്ന ടൈമിൽ അതിൽ കിട്ടിയ കപ്പയാണ് കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് കിട്ടിയ കപ്പയാണ്. ഞാനിതുവരെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആദ്യമായിട്ട് തന്നെയാന്ന് തോന്നുന്നു. ഇതിലെ നമ്മൾ വീട് വെക്കും മുമ്പേ നമ്മൾ വീട് വെക്കും മുന്നേ ഇവിടെ പ്ലെയിൻ സ്ഥലമെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. എൻ്റെ പഴയ വീട് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെന്താ അവിടെ ആയിട്ട് ആ ഒരു സ്ഥലത്ത് അപ്പുറത്തെ ചേച്ചി കുറേ ഈ ഒരു കപ്പൻ്റെ മരം നട്ടിട്ടുണ്ടായിന്. അപ്പോൾ അന്നേരം ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇനി നല്ല ടേസ്റ്റില്ല കപ്പയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ നമ്മളത് കളഞ്ഞിട്ടൊന്നുമില്ല, അവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതിപ്പം കുറേ ഫ്രൂട്ട്സിൻ്റെ തയ്യലുണ്ടായതുകൊണ്ട് പിന്നെ അതൊന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറിച്ചു നോക്കിയതാണ്. പക്ഷേ അത് പറിച്ചു നോക്കുമ്പോൾ ഇത്രയും അടിപൊളി കപ്പ ഉണ്ടാകുമെന്ന് അറിയില്ല. ഇത് ഫുള്ളായിട്ട് വളർന്നിട്ടില്ല എന്ന് തോന്നുന്നു, എന്നും വലുതാവാനുണ്ട്. പിന്നെ ആണെങ്കിലേ എൻ്റെ ഉമ്മാക്ക് ഉമ്മ ഉണ്ടായിട്ടില്ല, ഉമ്മാൻ്റെ ചെറുതിലെ ഉമ്മ ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്താത്തമാറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഇങ്ങനെ പഴയ ആചാരങ്ങൾ ഉണ്ടാവില്ലേ, ഈ ഉമ്മമ്മമാർ വീട്ടിലുണ്ടാകുമ്പോൾ ഒരുപാട് അറിവുകളുണ്ടാവും. ഈ കപ്പ മരം എങ്ങനെ അതാക്കുക, അങ്ങനെ തന്നെ എന്താ പറയുക പാത്രത്തിൽ കയ്യിൽ തട്ടാൻ പാടില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷവും എനിക്ക് കുറേ കമൻറ്റ് വരുത്തുന്നുണ്ട്, ഇർഫാൻ ആ പാത്രത്തിന് കയ്യിൽ തട്ടാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ കുറേ പഴയ അറിവുകൾ നമുക്ക് കുറവാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലോ പഴമ എന്താ പറയുക, നമ്മൾ ഉമ്മമാരെല്ലാം എന്തെല്ലോ കാര്യങ്ങൾ പറഞ്ഞു തരൂലേ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മെല്ലാം പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെല്ലാം. അങ്ങനെ ഓരോരോ വിശ്വാസങ്ങളുണ്ടാവും പണ്ട് മുതലേ അവർക്കുള്ള വിശ്വാസങ്ങൾ. അതുപോലെ ഇങ്ങനെ കപ്പ, പിന്നെന്താ അടുപ്പ് കത്തിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം കുറച്ച് പ്രായമുള്ള വീട്ടിലുണ്ടെങ്കിലല്ലേ നമുക്കുണ്ടാവുക അറിവുകൾ. അതെല്ലാം കുറവാണ് കേട്ടോ ഇവർക്ക്. എൻ്റെ ഉമ്മയെല്ലാം അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ വീട് മൊത്തം പുകയായിരിക്കും. ഇപ്പം അറിയാം കേട്ടോ, മാഷാ അല്ലാ, ഇപ്പം എല്ലാം ശരിയായി. ആദ്യത്തെ കാര്യം കേട്ടോ പറഞ്ഞേ. അങ്ങനെ അതുപോലെ തന്നെയാണ് ഈ കപ്പ പൊരിച്ച് കഴിഞ്ഞാൽ ഏത് മാസമാണ് പൊരിക്കാമെന്നൊന്നും നമുക്ക് അറിയണ്ടായിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഇപ്പം പൊരിച്ച് തരാൻ കപ്പ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയാട്ടാ, എന്താ പറയുക, ഈ ഒരു കപ്പ ഏത് ടൈമിലാണ് പൊരിക്കേണ്ടത്, എത്ര കഴിഞ്ഞാലാണ് നല്ല വലുതായിട്ട് ഉണ്ടാവാന്നെല്ലാം ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ, യൂട്യൂബ് ചാനൽ തുടങ്ങിയ കമൻറ്റ് ബോക്സിൽ ഒരുപാട് നല്ല നല്ല അറിവുകൾ ഷെയർ ചെയ്യലുണ്ട്. പാത്രത്തിൽ കയ്യിൽ തട്ടിക്കൂടാ, അതുപോലെ തന്നെ എന്താ പറയുക വെയ്സിൽ ചൂട് വെള്ളം ഒഴിച്ചൂടാ, അങ്ങനെല്ലാം പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിന്. ഞാൻ ഓരോന്നെല്ലാം ഫോളോ ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ ചെറിയ ഓരോരോ കാര്യങ്ങളിങ്ങനെ പാത്രത്തിലെല്ലാം കയ്യിലെല്ലാം തട്ടിയിട്ടെല്ലാം ശീലിച്ചുകൊണ്ട് പിന്നെ അതൊന്നും എനിക്ക് അധികം മറന്നു നോക്കാമെന്ന്. പക്ഷേ നല്ല നല്ല അറിവുകൾ കിട്ടലുണ്ട് കേട്ടോ. പിന്നെ എന്താ കമൻ്റ് ഉണ്ട്, കറിവേപ്പിലേൻ്റെ കാര്യമെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. കറിവേപ്പില എങ്ങനെയാണ് ഇത്ര നല്ല തൈയായിട്ട് മാറിയെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്. കറിവേപ്പിലല്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ 2 കറിവേപ്പില തൈ നട്ടിട്ടുണ്ടായിന്. എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞ് കറിവേപ്പില തൈ നട്ടുകഴിഞ്ഞാൽ പറിക്കാനേ പാടില്ല, തൊടാൻ പാടില്ല 2 വർഷത്തേക്കെന്ന്. കുറച്ച് ആൾക്കാർ പറഞ്ഞ് കറിവേപ്പില തൈ നട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് കറിവേപ്പില കട്ട് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ വളരും. അപ്പം ഞാൻ രണ്ടും ഫോളോ ചെയ്ത് ഞാനെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തുനിന്ന് കറിവേപ്പില കട്ട് ചെയ്തുകൊണ്ടിന്ന് ഒരു മരത്തുനിന്ന് തൊടാണ്ട് വെച്ച്. പക്ഷേ ഇല്ലേ, തൊടാണ്ട് വെച്ച തൈ ഇപ്പം മാഷാ അല്ലാ നല്ല അടിപൊളിയായിട്ട് വലുതായിട്ടുണ്ട്. ഞാൻ തൊട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില പറിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ, വളർന്നിട്ടില്ല. അപ്പം ഇപ്പുറത്തെ ആൾ പറഞ്ഞതാണ് ശരി, ഞാനതങ്ങനെ പരീക്ഷിക്കലുണ്ട്, 2 വാക്കും കേൾക്കും അങ്ങനെ. എന്നിട്ട് മാഷാ അല്ലാ അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറിവേപ്പില തൈ നട്ട് കഴിഞ്ഞാൽ 1.5 വർഷം നമ്മളൊരു വലിപ്പാവൂലേ, നമ്മളൊരു ഹൈറ്റിലാവുന്ന ടൈം വരെ പറിക്കാണ്ടിരിക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ നല്ലോണം കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീവ്സ് എല്ലാം ഉണ്ടാവില്ല, അതിനെല്ലാം ചെറിയ ചെറിയ കുത്തുകളെല്ലാം വരും. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള എൻ്റെത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മരമൊന്നുമല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള മരമാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്.
നല്ല ഹെൽത്തി ഒന്നല്ല, നല്ല വലിയ ലീഫൊന്നല്ല എൻ്റെത്, ചെറുതായിട്ട് ഇങ്ങനെ കുത്ത് വരും യെല്ലോ കളറ്. അതിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഒരാളോട് ചോദിച്ചു തരാം, അവർ പറഞ്ഞിട്ടുണ്ടായിന് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഈ ലീവ്സിന് ഈ കുത്ത് വീഴുന്നതിന് എന്താ മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. ഒരുപാട് നാട്ടിൽ പല അറിവുകളുണ്ടാവും. എന്താ പറയുക, ഒരുപാട് പേര് ഒരുമിച്ചിട്ടാണ് നമ്മളെ കമൻറ്റ് ബോക്സിലുള്ള പല നാട്ടിലത്തെ ആൾക്കാരുണ്ടാവും. അപ്പം അവരെല്ലാം അറിവ് കിട്ടാന്ന് പറയുമ്പം നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ അറിയാത്തവർക്ക് അറിയാനും പറ്റും. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കപ്പെല്ലാം ക്ലീനാക്കി. ഇന്നില്ലേ പഴങ്കഞ്ഞിയും കപ്പയും പിന്നെന്താ വറ്റൽമുളക് വെച്ചിട്ടുള്ള ചമ്മന്തിയെല്ലാം ഉണ്ടാക്കാമെന്നാന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴങ്കഞ്ഞി. നമ്മളെ നാട്ടിൽ അധികം ഇല്ല, കണ്ണൂർ ഭാഗത്തുണ്ടോയെന്ന് എനിക്ക് അറിയില്ല, കറക്റ്റ് അറിയില്ല. പക്ഷെ നമ്മളെ ഭാഗത്ത് കുറവ് തന്നെയാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ ബിരിയാണിയും മറ്റുള്ള ഫുഡിനെക്കാട്ടിൽ ഏറ്റവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പഴങ്കഞ്ഞി. നമ്മൾ കഞ്ഞിയും പയറും ഉണ്ടാക്കൂലേ, അതിലും അടിപൊളിയാണ് ഈ പഴങ്കഞ്ഞി. ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഈ റെസിപ്പി നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതുപോലെ ഒരുപാട് ഗുണങ്ങളും ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു പഴങ്കഞ്ഞിക്ക്. ഇനിയിപ്പില്ലേ ഞാൻ പാരൻസിനും കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഷെയർ ആക്കാം. നമ്മളിപ്പോൾ പുതിയ ജനറേഷൻ്റെ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പം നമ്മളെ മക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവർ നമ്മളെ വീട്ടിലായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ, അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ നേരിടുന്നുണ്ടാവും, മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും. അതിനുള്ള ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബോധവൽക്കരണം കിട്ടുക എന്നുള്ളതാണ്. നല്ലൊരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ബോധവൽക്കരണം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറ്റിയ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കിട്ടുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് കിട്ടുക എന്നെല്ലാം പറയുന്നത് വലിയ ഭാഗ്യമുള്ള കാര്യമല്ലേ. അപ്പോൾ ആൽബിഡോ ഒരുക്കുന്ന ഫ്രീ പാരൻറ്റിങ് വെബിനാർ ഉണ്ട്. അതിൽ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ കുട്ടികളുടെ ഫോൺ അഡിക്ഷന്, പല പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവില്ലേ, ആ കാര്യങ്ങളും പിന്നെന്താ കുട്ടികളുടെ ഓരോ മെൻ്റൽ സ്റ്റേജും അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഓരോ പ്രായത്തിലും അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ കുട്ടികളുടെ സ്നേഹം കിട്ടാൻ വേണ്ടിക്ക് പാരൻസ് എന്തെല്ലാം ചെയ്യണം, അങ്ങനെ ഒരുപാട് ടിപ്സും കാര്യങ്ങളും എല്ലാം ഇതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഫ്രീ അല്ലേ, നിങ്ങൾ എന്തായാലും കയറി ചെക്ക് ചെയ്തു. എന്തായാലും പാരൻസിനും കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടും. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ചമ്മന്തിയിലേക്കുള്ള ഐറ്റംസും അതുപോലെ തന്നെ കന്നിയിലേക്കുള്ള ഐറ്റംസും കപ്പയിലേക്കുള്ള ഐറ്റംസും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പെല്ലാം ഒന്ന് കഴുകി കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് കപ്പ വേവിച്ചെടുക്കലാണ് കേട്ടോ. കുക്കറിലാണെങ്കിൽ എളുപ്പത്തിലാവും. പിന്നെ ഈ ഒരു പാത്രത്തിൽ കപ്പ വേവിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇനിയിപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കലാണ്. എന്നിട്ടിതാ എന്താ പറയുക, വറ്റൽ മുളകില്ലേ അതൊന്ന് ചൂടാക്കി എടുക്കലാണ്. ഇത് ചുട്ടെടുത്ത ചമ്മന്തി വയ്ക്കാൻ വേണ്ടിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ സാധാരണ ചമ്മന്തി ഉണ്ടാക്കുമ്പം ഉണക്ക ചെമ്മീനില്ലേ അത് ഇട്ട് കൊടുക്കും, പിന്നെ പച്ചമാങ്ങ ഇട്ട് കൊടുക്കും. പക്ഷേ രണ്ടും ഇപ്പില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു ഉണക്ക മുളക് ചുട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ അടിപൊളിയാണ്. ഇത് കപ്പയിലേക്കും ചമ്മന്തിയിലേക്കുള്ള ഐറ്റംസാണ്. പിന്നെ കന്നിയിലേക്കുള്ളതും ഞാനിപ്പോൾ ഇതാ കന്നിയിലേക്കുള്ളത് പറഞ്ഞുതരാം. കന്നിയിലേക്ക് ഞാൻ 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 5 ചെറിയുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇപ്പോൾ 2-3 ആൾക്കാർക്കാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ടെങ്കിലുള്ള അളവാണ് കേട്ടോ പറഞ്ഞേ. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക്, ചെറിയ മുളകില്ലേ, എന്താ പറയുക കാന്താരി മുളകില്ലേ, അതുണ്ടെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി, ഇതെല്ലാം കൂടി ചതച്ചെടുക്കുക. എന്നിട്ട് തലേ ദിവസം തന്നെ നമ്മൾ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് അത് പൊത്തി വെക്കണം. പിറ്റേ ദിവസമാണ് നമ്മൾ ഈ പഴങ്കഞ്ഞി റെഡിയാക്കി എടുക്കുക കേട്ടോ. ഒരു രാത്രി ഫുൾ വേണം പഴങ്കഞ്ഞി ആയിട്ട് മാറാൻ വേണ്ടിക്ക്. അതെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. ഇനിയിപ്പോൾ ഇതാ ചമ്മന്തിയിലേക്കുള്ള ഐറ്റംസ്: ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, 5-6 വറ്റൽ മുളക്, 3-4 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കുക. ഇതിലേക്കുള്ള ഒരു കൈപ്പിടം നിറയെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്ക മുളക് ചമ്മന്തി റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉച്ചക്കൽ എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക്
കുറച്ച് ചോറെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഇത്. പഴങ്കഞ്ഞി തന്നെ ഉണ്ടാക്കണമെന്നില്ല, കുറച്ച് ചോറ് വെച്ചിട്ട് പെട്ടെന്നെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഏറ്റവും ഗുണം കിട്ടുക പഴങ്കഞ്ഞിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ തന്നെ ഞാൻ വെണ്ടയ്ക്കയും കൂടി കട്ടാക്കി എടുക്കുന്നുണ്ട്. വെണ്ടക്ക വറവുണ്ടാക്കണമെന്ന് വിചാരിച്ചതല്ല, കഴിഞ്ഞ ദിവസമില്ലേ ഇക്ക ഫ്രഷ് വെണ്ടക്ക കണ്ടിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിന്. അന്നേരം തന്നെ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാം ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ പച്ചമുളകാന്ന് വിചാരിച്ചിട്ട് വെണ്ടക്ക എടുത്തേരം എന്താ പറയുക വിചാരിച്ചു ഇന്ന് തന്നെ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വെച്ച് കഴിഞ്ഞാൽ മോശമായി പോകും. സാധാരണ പച്ചക്കറിയെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലില്ലേ അത് മോശമാനാകുമ്പോൾ എനിക്ക് ബോധം വരുത്ത് അത് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും ഇത് ഉണ്ടാക്കാം, നല്ല ഫ്രഷോട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ വെണ്ടയ്ക്കയും കൂടി കട്ടാക്കി എടുക്കുന്നുണ്ട്. വെണ്ടക്കയിൽ ഞാൻ എന്ത് വറവുണ്ടാക്കുമ്പം നമ്മൾ വറവ് നന്നിട്ടാണ് പറയൽ, എന്താ പറയുക തോരൻ എന്ന് പറയും ചില ആൾക്കാർ. എന്താ പറയുക ഞാൻ എന്ത് വറവുണ്ടാക്കുമ്പം 3-4 അല്ലി വെളുത്തുള്ളി ഇടും, അതുപോലെ തന്നെ 2-3 പച്ചമുളക് ഇടും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ചില ആൾക്കാർ ഉള്ളി തക്കാളിയെല്ലാം ഇടൂലേ, ഞാൻ ഇടലില്ല. ഞാൻ ഈ ഐറ്റംസ് മാത്രമേ ഇടലുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ തേങ്ങയും കൂടി ഇടും, തേങ്ങ എന്തായാലും ഇടും കേട്ടോ. നമ്മൾ ഈ കണ്ണൂർ ഭാഗത്തെല്ലാം അധിക വീടുകളിലും തേങ്ങ ഇട്ടിട്ടാണ് തോരൻ ഉണ്ടാക്കുക. ചില ആൾക്കാർ ഉള്ളി ഇട്ടിട്ടെല്ലാം ഉണ്ടാക്കുക, പക്ഷെ ഉള്ളി ഇടുമ്പം ടേസ്റ്റ് കുറയും. ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഈ വെണ്ടയ്ക്കില്ലേ നമ്മൾ കട്ട് ചെയ്ത് മുമ്പേ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചെടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പശപ്പ് ഉണ്ടാവില്ല, ഒരു വെഴുക്കുണ്ടാവും. ഞാൻ സത്യം പറഞ്ഞാൽ തുടച്ചെടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിന്. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞേരം ഒന്ന് കട്ട് ചെയ്യുന്ന സമയം ഒരു വെഴുക്കുണ്ടാവില്ലേ, നേരം ഒന്ന് ഓർമ്മ വന്നേ. അതുകൊണ്ട് ചെറുതായിട്ട് വെഴുക്കുണ്ടായിന്. പക്ഷെ ആദ്യമായിട്ടെല്ലാം കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വെണ്ടയ്ക്ക കട്ട് ചെയ്യും മുമ്പേ ഒന്ന് തുടച്ചിട്ടെല്ലാം കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇത്രയും വേണ്ട, എനിക്ക് കുക്കാക്കൂലേ, ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അധികമായി പോവും. കാര്യം കുറേ ഉണ്ടാക്കിയിട്ട് ശീലമായിപ്പോയി, ഉണ്ടാക്കിപ്പോവും. ആരെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഫുഡിന് എത്തൂലല്ലോ എന്നെല്ലാം വിചാരിക്കും. ഇപ്പം ഞാൻ അധികം കുറച്ച് ഉണ്ടാക്കലാണ്, കാര്യം വറവെല്ലാം കുറച്ച് മതി. കുട്ടികളാണെങ്കിൽ പച്ചക്കറി അങ്ങനെ കൂട്ടൽ കുറവാണ്. എങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് പച്ചക്കറി കൂട്ടൂല അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തുടച്ചിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളം എന്താ പറയുക വറ്റുന്നത് വരെ കാത്തുന്നാൽ കുറേ പുകയെല്ലാം വരും. അങ്ങനെ ആദ്യമൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ അറിയാം അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഇല്ലേ ഈ ഒരു ക്ലിപ്പ് കിട്ടിയവരെ എന്താ പറയുക കുപ്പിയിലിട്ട് വെക്കാൻ ഭയങ്കര മടിയാണ്, ഭയങ്കര ഈസിയായിട്ട് എനിക്ക് തോന്നലുണ്ട്. കുപ്പിയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം പുതിയതായിട്ട് വീടെല്ലാം എടുക്കുന്നവരാണെങ്കിൽ ഒരുപാട് ബോട്ടിലും കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, ഓരോ പാക്കറ്റിൽ ഇങ്ങനെ ക്ലിപ്പാക്കി വെച്ചാൽ മതി. അങ്ങനെ ഇനിയിപ്പോൾ ആ ഒരു ടൈം നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. കപ്പയിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും. പിന്നിലെ പാൽക്കപ്പ റെസിപ്പി വീഡിയോ എൻ്റെ ആരും കാണാത്തവരാണെങ്കിൽ കണ്ടോക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ബീഫിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പഴങ്കഞ്ഞിയിലേക്ക് ഞാൻ ആദ്യം ചതച്ച് വെച്ച ഐറ്റംസില്ലേ, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു കപ്പ് തൈരും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കലാണ്. ഭയങ്കര ഗുണമാണ്. ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട് കേട്ടോ, അത്രയും ടേസ്റ്റാണ്. ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ, ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അച്ചാർ, അല്ലാന്നുണ്ടെങ്കിൽ ഉണക്ക മീനെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതാ ഞാൻ തേങ്ങയും കൂടി ഇട്ടിട്ട് ആ ഒരു ചമ്മന്തി ഉണ്ടാക്കിന് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ കപ്പ റെഡിയാക്കി എടുക്കലാണ്. ഞാൻ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഇല്ലേ ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ചതച്ചെടുത്തിട്ടുണ്ട്. കപ്പയിലേക്ക് ഇഞ്ചി വേണ്ട കേട്ടോ. എന്നിതാ ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് കുക്കായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക, ഉടച്ച് വെച്ച് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ഞാൻ ഫ്രിഡ്ജിൽ തേങ്ങ ചിരകി വെക്കും കേട്ടോ. ഞാൻ ചിരകി വെക്കലല്ല, ഇപ്പം നമ്മളെല്ലാ ഷോപ്പിലും മില്ലിലെല്ലാം ഇപ്പം തേങ്ങ ചിരകിയിട്ട് കിട്ടലുണ്ട്. അതുകൊണ്ട് ഭയങ്കര ആശ്വാസമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകി എടുക്കണ്ടേന്ന് വിചാരിക്കും. നമ്മൾ തേങ്ങ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉരിച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെയും ചിരകി തരും. അല്ലാന്നുണ്ടെങ്കിൽ അവർ തേങ്ങ തന്നെ നമുക്ക് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്ത് തരും കേട്ടോ. മന്തിപ്പൊടി അങ്ങനെ ഒരുപാട് പൗഡേഴ്സ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല എളുപ്പമാണ്. അങ്ങനെ
ഇനിയിപ്പോൾ ഞാൻ കപ്പയിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടി മിക്സ് ആക്കുന്നുണ്ട്. മാഷാല്ലാ അടിപൊളി ടേസ്റ്റ് ഉണ്ട്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഓരോരോ കപ്പ ഭയങ്കര ടേസ്റ്റില്ലേ കഴിക്കാൻ വേണ്ടിക്ക്. ഏച്ചി പറഞ്ഞ പോലെ നല്ല കപ്പയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത് കഴിക്കുന്നത്. സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കപ്പയാകും കുറച്ച് ഹാർഡായിട്ട് ഒരു ടേസ്റ്റ് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നലുണ്ട്. പക്ഷെ ഇത് ചെറുതായതുകൊണ്ടൊന്നും എനിക്കറിയില്ല, നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പാൽക്കപ്പ അല്ലേറ്റവും ഒരു പാൽക്കപ്പൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് അതിന്, അത്രയും സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ വെണ്ട ഞാൻ വറുത്തെടുക്കലാണ്. ഞാൻ വറവ് ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ, പക്ഷേ ഇന്ന് ചേർത്ത് കൊടുക്കുന്നില്ല. കാര്യം ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിക്ക് വെണ്ട. അപ്പം ഞാൻ ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫ്രഷ് കളർ ഉണ്ടായിക്കോട്ടെ എന്ന്. കുറച്ച് തേങ്ങ എന്തായാലും ചേർത്ത് കൊടുക്കും. തേങ്ങ ഇട്ടിട്ട് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഇതുവരെ തോരൻ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കാം, അടിപൊളി ടേസ്റ്റാണ്. ഗ്രീൻ പീസ് കറിയെല്ലാം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് അടിപൊളിയല്ലേ, അതുപോലെ ഇത് ചെയ്ത് നോക്കട്ടോ, ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും. കാര്യം ഞാൻ ഇക്കാക്ക് പിന്നെ കുറേ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തരില്ലേ, ഓരോ വീട്ടിൽ ഉണ്ടാക്കുന്നതിലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. കാര്യം ഉള്ളിയൊന്നും ഇടാണ്ട് തേങ്ങയല്ല ഇട്ട് കൊടുക്കുന്നത്, വെളുത്തുള്ളിയും വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് സെർവ് ചെയ്യലാണ്. അടിപൊളിയാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നല്ല, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് അത്ര ഇഷ്ടം തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും പയറും കഞ്ഞിയും, പക്ഷെ അതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഈ ഒരു എന്താ പറയുക പഴങ്കഞ്ഞിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, ലൈഫിൽ ഒരിക്കലെങ്കിലും കഴിക്കണം. കഴിച്ച് നോക്കാത്തവരാണെങ്കിൽ എല്ലാ നാട്ടിലും പഴങ്കഞ്ഞിയൊന്നും ഉണ്ടാവില്ല, നമ്മൾ കണ്ണൂർ ഭാഗത്ത് കുറവാന്ന് തോന്നുന്നു. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം പ്ലീസ്, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. എളുപ്പമല്ല ഉണ്ടാക്കാൻ. തലേദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വറവൊന്നും ആവശ്യമൊന്നുമില്ല. ഈ ഒരു ചമ്മന്തിയും കപ്പൻ്റെ ആവശ്യമില്ല, കപ്പൊന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ പ്രശ്നമില്ല. ഈ ചമ്മന്തിയും ഈ ഒരു എന്താ പറയുക പഴങ്കഞ്ഞിയും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. വലിയ ചിലവില്ലല്ലോ, പക്ഷേ അടിപൊളി ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ കപ്പയും കൂടി അതിൻ്റെ ഒരു തനതായ രീതിയിൽ തന്നെ സെർവ് ചെയ്യലാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം എനിക്ക് ഓരോരോ ഐറ്റംസ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെയുള്ള ഇല്ലാന്ന് ഞാൻ അധികം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം അങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ പിന്നില്ലേ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിനി, ഇത്താനോട് ഭയങ്കര അസൂയില്ല ആളുണ്ട്, എന്താ ചെയ്യുക അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. ഞാൻ അധികം ഇപ്പം മോട്ടിവേഷനും കാര്യങ്ങളൊന്നും പറയലൊന്നുമില്ല, പക്ഷെ എനിക്ക് അങ്ങനെ കമൻസ് വരുത്തുന്നുണ്ട്, അസൂയാലുക്കളെ നേരിടാൻ എന്താ ചെയ്യാമെന്നല്ല. അസൂയാലുക്കളെ നേരിടാനില്ലേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മൾ മൗനമായിട്ട് നിൽക്കൽ തന്നെയാണ് ഏറ്റവും വലിയ വഴി. ആദ്യത്തെ വഴി നമ്മൾ മൗനമായിട്ട് നിൽക്കുക. രണ്ടാമതൊരു ടിപ്പുണ്ട്, അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വീട്ടിലെ ഒരാൾവക്കത്തെ ആൾക്കാരെന്ന് നിങ്ങളോട് അസൂയ ഉണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിത്തെ ആൾക്ക് തന്നെയാണ് അസൂയ ഉണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് അസൂയ ഉണ്ടെങ്കിലേ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് അവരാക്കാട്ടി എന്തോ ഒരു ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് അസൂയാന്നാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവർക്ക് നമുക്ക് മനസ്സിലാവല്ലോ. നമ്മളിപ്പം നല്ലൊരു ഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം യൂട്യൂബ് തന്നെ എടുക്കാം. നമുക്ക് ഇപ്പം യൂട്യൂബിൽ എക്സാമ്പിളായിട്ടും അറിയാമെന്നെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ഒരു നല്ല ക്വാളിറ്റിയിലെ വീഡിയോ ചെയ്യുന്നതല്ലാന്നുണ്ടെങ്കിൽ നല്ല കണ്ടൻറ്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന ആളോട് അസൂയും കുശുമ്പെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു ജോലി, ഇപ്പം ഡോക്ടറാണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഫീൽഡിൽ ഒരുപാട് പേരുണ്ടാവും. നല്ല കഴിവിൽ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡോക്ടേഴ്സിനോട് ബാക്കിയുള്ള ഡോക്ടേഴ്സിന് ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ തന്നെ ഇപ്പോൾ ഒരുപാടില്ലേ. അപ്പം ഓൺലൈൻ ട്യൂഷൻ്റെ കാര്യത്തിൽ തന്നെ അപ്പുറം കോമ്പറ്റീഷൻ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ആരാന്ന് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ബാക്കിയുള്ളവർക്ക് കുശുമ്പുണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഓപ്പോസിറ്റ് വ്യക്തിക്ക് നമ്മളോട് അസൂയാന്ന് നമുക്ക് മനസ്സിലാവും. അവർ നമ്മളെ കുത്തുവാക്ക് പറയുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തെന്ന് പറയുന്നത്, അങ്ങനെയെല്ലാം പറയുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അവർക്ക് നമ്മളോട് കുശുമ്പുണ്ടായതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ പറയേണ്ട ആദ്യത്തെ കാര്യം, നമ്മളെക്കാട്ടി കൂടുതൽ അവരൊന്ന് പൊന്തിച്ചങ്ങ് വിട്ടുകൊടുക്കുക. നമ്മളിപ്പം ഒരു കല്യാണ വീട്ടിൽ നമ്മളെ കാണുമ്പം അവരെ മുഖം ഒന്ന് ഡൗൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യൂലേ, അന്നേരം തന്നെ അവരോട് പറയാം, വാവ് എന്തൊരു അടിപൊളിയാണ്ടാ നിൻ്റെ ഡ്രസ്സ്, അല്ലാന്നുണ്ടെങ്കിൽ എന്തൊരു അടിപൊളിയാണെടി നിൻ്റെ ഡ്രസ്സിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ജോലിൻ്റെ ഫീൽഡിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കാണ് നിങ്ങളോട് അസൂയാന്നുണ്ടെങ്കിൽ, നീ അടിപൊളിയല്ലേ, നിൻ്റെ കഴിവ് അടിപൊളിയല്ലേ, നീ സംഭവമല്ലേ എന്നുള്ള രീതിയിൽ അവരൊന്ന് പൊക്കി പറഞ്ഞു കൊടുക്കുക.
താവാൻ മനസ്സുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മളൊന്ന് താണെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു കുഴപ്പമില്ല. ആ ഒരു ശത്രുവിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയും. അവരെ സ്വയം വിചാരിക്കൂ, ഓ ഇവളെ മനസ്സിൽ ഞാനാന്ന് വലുതെന്നുള്ള രീതിയിൽ. അപ്പം നമ്മളോട് ആർക്കെങ്കിലും അസൂയുണ്ട്, അവർ നമ്മളോട് മത്സരിക്കാനാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അടിപൊളിയാണ്, നീ സംഭവം തന്നെ, കട്ടിൽ എത്രയോ സംഭവമല്ലേ, നീ ഒരുപാട് കഴിവുണ്ടെന്ന് എനിക്ക് എന്താ പറയുക, എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമെന്ന്, എൻ്റെ ഫാമിലിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമെന്നുള്ള രീതിയിലൊന്ന് പൊക്കി പറഞ്ഞു നോക്കാം. എന്നിട്ടും അന്നേരം സ്വാഭാവികം വിവരമുള്ള ആൾക്കാരെല്ലാം ഓക്കെ ഇവളോട് അസൂയ വെക്കണ്ട, ഇവക്കാൻ ഇഷ്ടമെന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമ്മളങ്ങ് വിടും. അത് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല, മുമ്പിൽ നമ്മൾ കുറച്ച് ചെറുതായിട്ടും അവർക്ക് നമ്മളെ മനസ്സിലാവുന്നില്ല എന്ന് കാണുമ്പം നമുക്ക് പിന്നെ പ്രതികരിക്കാണ്ടിരിക്കലാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ഢികളോട് നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാം കേട്ടോ. പിന്നെ മൗനം പാലിക്കലാണ് ആദ്യത്തെ വഴിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മൗനം പാലിക്കുക കേട്ടോ. അതാണ് രണ്ടാമത്തെ വഴി. ഈ 2 വഴിയും നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ. രണ്ടാമത്തെ വഴി ഞാൻ പറഞ്ഞത് എന്തായാലും എഫക്റ്റ് ചെയ്യുന്നതാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിൽ എല്ലാവരും വരും, പക്ഷെ ഒരാൾ മാത്രം സ്പെഷ്യലായിട്ട് വന്നു കഴിഞ്ഞാൽ അയാളോട് പൊതുവേ എല്ലാവർക്കും ഈ ഒരു അസൂയ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളതാണ്. നമ്മളോട് മാത്രമല്ല, ആർക്കാണ് കഴിവുള്ളത് ആ കഴിവുള്ളവരോട് ആൾക്കാർ മത്സരിക്കുക ചെയ്യും. ഈ അസൂയകൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാട്ടി കൂടുതൽ ആർക്കാണ് കഴിവുള്ള ആ കഴിവുള്ള ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങും. ആ അംഗീകരിക്കാൻ തുടങ്ങുമ്പം ഈ അസൂയാലുള്ള ആൾക്കാർ വിചാരിക്കും, ഇവർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇവർ ഇഷ്ടമെന്ന്. അപ്പോൾ എന്ത് ചെയ്യും, അവർ ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യും. അവർ ചെയ്യുന്ന പോലെ ഡ്രസ്സ് ചെയ്യും, അവർ ചെയ്യുന്ന പോലെ സംസാരിക്കും, അവർ ചെയ്യുന്ന പോലെ അവരെ കോപ്പി ചെയ്യും, ഇങ്ങനെ അനുകരിച്ച് ജീവിക്കും. എന്നിട്ടും ഇവരാരും അംഗീകരിക്കുന്നില്ല, ഇവരാരും സ്നേഹിക്കുന്നില്ല, ഇവളെ തന്നെയാണ് അല്ലാന്നെങ്കിൽ ഇവനെ തന്നെയാണ് കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കാണുമ്പം വീണ്ടും അസൂയ വരും. അന്നേരം ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ട് ഗോസിപ്പ് പറയാൻ തുടങ്ങും, തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങും. ഒരു ഗ്യാങ്ങായിട്ട് അവരെ അല്ലാന്നെങ്കിൽ അവളെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. എന്നിട്ടും അവളെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരെന്നെ മാനസികമായിട്ട് തളർന്നിട്ട് ഈ അസൂയാലുക്കളെന്നെ നശിക്കുന്നതാണ് കേട്ടോ കാലങ്ങളായിട്ട് കണ്ടേ. അതിലേക്ക് വരാം. ഞാനിപ്പില്ലേ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം ആയിരം ഞാൻ പണിക്കാരുണ്ട് വീട്ടിൽ, അവർക്ക് ചായക്കടി ഉണ്ടാക്കാൻ പോലാന്ന് 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്, 1 ഉള്ളി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കലാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നില്ലേ അസൂയാലുക്കളുണ്ട്, ഞാൻ എന്താ ചെയ്യുക, അവരെന്നെ ഗോസിപ്പ് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം മുന്നോട്ട് പോകില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സത്യം എപ്പോഴും ജയിക്കും എന്നുള്ളതാണ്. സത്യത്തിന് എത്ര മറയിട്ട് കഴിഞ്ഞാലും കാലം സത്യം തെളിയിക്കും കേട്ടോ. ഇപ്പം നമ്മളെ ഒരുപാട് പേര് മോശമാക്കാൻ ഒരുമിച്ച് കൂടിയിട്ട് തന്ത്രങ്ങളും മെനന്നാലും എത്ര തന്ത്രങ്ങളും മെനന്നാലും ഇല്ലേ, പഠിച്ചോനുണ്ട് മുകളിൽ ആ ഒരു ക്യാമറയിലെല്ലാം ഒപ്പിയെടുക്കുന്നുള്ള ദൃഢവിശ്വാസം ഉണ്ടെങ്കിൽ തവക്കൽത്തു അലല്ലാ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാക്കാനും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പഠിച്ചവനുണ്ട് കേട്ടോ. അപ്പം ശത്രുക്കളുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അസൂയാലുക്കളുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് അത്രയും ക്വാളിറ്റി നമുക്ക് ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒന്നും ചെയ്യാണ്ട് ഒരു മൂലക്കിരിക്കുന്ന ആളോട് ആർക്കും അസൂയ ഉണ്ടാവില്ല. ഈ നിറഞ്ഞ എന്താ പറയുക ഒരുപാട് ഫലങ്ങളിൽ അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങയുള്ള മാവിലെ കല്ലെറിയും ആൾക്കാർ. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടാകുമ്പോൾ അത്രയും അസൂയാലുക്കളും ഉണ്ടാവും. കാരണം എല്ലാവരെക്കാട്ടിയും മുന്നിൽ എന്താ പറയുക എല്ലാവരെക്കാട്ടി പ്രശസ്തമായിട്ട് നിൽക്കുമ്പം എല്ലാവരെക്കാട്ടി കഴിവുകൾ ഉണ്ടാകുമ്പം സ്വാഭാവികമൊന്നും അസൂയാലുക്കൾ ഉണ്ടാവുക. അതുകൊണ്ട് അത് മെയിൻറ്റാക്കാൻ നിൽക്കണ്ട, കൂടുതൽ നമ്മൾ വളരാൻ ശ്രമിക്കുക. പിന്നെ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് തന്നെ കൂടുതൽ എന്താ പറയുക പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പഠിച്ചോനറിയാലോ നിങ്ങളത് ചെയ്തിട്ടില്ല എന്ന്, പക്ഷെ അവർക്കും അറിയാം നിങ്ങളത് ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ഇല്ലേ അവർക്ക് നിങ്ങളോടുള്ള അസൂയ കാരണം നിങ്ങൾ തന്നെയാണത് ചെയ്തെന്ന് അവർ സ്വയം എന്താ പറയുക വിശ്വസിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും അസൂയാലുക്കൾ ഉണ്ടാവും കേട്ടോ. എൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു എന്താ പറയുക കാര്യം പറയാമെന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാലില്ലേ എന്നെ വേഗം പ്രായമുള്ള ആൾക്കാർ ഇഷ്ടപ്പെടലുണ്ട്. ഈ ഈ കുറച്ച് പ്രായമുള്ള ആൾക്കാർ, ഉമ്മ ഉപ്പ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരതായിക്കോട്ടെ, ഉമ്മ ഉപ്പ എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ വേഗം ഇഷ്ടപ്പെടാം. അപ്പം മക്കളോട് അറിയും ഓളെപ്പോലെ അത് ചെയ്തൂടെ, ഓളെപ്പോലെ ഇത് ചെയ്തൂടെ. എൻ്റെ കസിൻസിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെ സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്തൂടെ ഇത്. അപ്പില്ലേ ആ പറയുന്ന ആൾക്കാർക്ക് എന്നോട് ദേഷ്യം വരും.
അവരെന്നെ പോലെയല്ലേ ചെയ്യാൻ നോക്കൂ. പിന്നെ എന്നെ പോലെ ആയിട്ടില്ലെങ്കിൽ പിന്നെ എന്നോട് ദേഷ്യമായിരിക്കും അവർക്ക്. പക്ഷേ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ദേഷ്യം പിടിക്കാൻ നിൽക്കലില്ല. ഞാൻ അവരോട് വാശിക്ക് നിൽക്കാൻ നിൽക്കലില്ല. ഞാൻ അവരെ അങ്ങ് പൊന്തിച്ച് പറഞ്ഞു കൊടുക്കും. നീ ഭയങ്കരമുണ്ട്, എനിക്ക് ഇന്ന കഴിവുണ്ടല്ലോ, എനിക്ക് അന്ന കഴിവുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാനത് കൂളായിട്ട് അതിൽ നിന്ന് ഊരാൻ ശ്രമിക്കും. അങ്ങനെയും ഊരാൻ ശ്രമിച്ചിട്ട് നമുക്ക് ആവുന്നില്ലെങ്കിൽ അവർ വിദ്യാന്ന് വിചാരിച്ചിട്ട് നമുക്കത് ഒഴിവാക്കാം എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾക്ക് മറ്റുള്ളവർക്ക് നമ്മളോട് അസൂയുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ജീവിക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. പഠിച്ചവന് ഓരോരുത്തർക്കും ഓരോരോ കഴിവാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അസൂയാലിക്കൾ ഇല്ലെങ്കിലാണ് സങ്കടപ്പെടേണ്ടത്. അസൂയാലിക്കൾ ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. അത് നമ്മളെ വളർത്തേ ചെയ്യും. പഠിച്ചവന് ഭയങ്കര വാശിയാണ്. ഇപ്പുറത്തെ ഓപ്പോസിറ്റുള്ള ആൾക്ക് അസൂയ ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ ആൾക്ക് നമ്മൾ മനസ്സ് നിഷ്കളങ്കമായിരിക്കണം, നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യാത്തവരായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഠിച്ചവന് ഒരുപാട് ഉയർത്തും കേട്ടോ. അത് പ്രപഞ്ചത്തിൻ്റെ സത്യമെന്ന്. ആരാരെ ദ്രോഹിക്കുന്നുവോ അത് അനുഭവിക്കാണ്ട് മാത്രം നമ്മൾ ഈ ദുനിയാവെന്ന് പോവില്ല എന്നാണ് പറയുന്നത്. കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എത്ര പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഒരാളെ കുടുക്കിലാക്കി കഴിഞ്ഞാലും ആ പ്ലാനിങ് എല്ലാം പൊളിച്ചിട്ട് പ്ലാനിൻ്റെ മേലിൽ പ്ലാൻ പണിയുന്നവനാണ് പഠിച്ചവന്, സൃഷ്ടാവ്, ദൈവം എന്ന് പറയുന്നത്. അതേത് മതത്തിലായിക്കോട്ടെ, പ്രപഞ്ചം അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ വിശ്വസിക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെന്ത് തന്ത്രം പ്രയോഗിച്ചിട്ട് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലും പഠിച്ചോ നിങ്ങൾ ഉയർത്താനാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉയർത്തന്നെ ചെയ്യും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റുള്ളവരുടെ അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അസൂയപ്പെടട്ടെ, നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടല്ലേ അസൂയപ്പെടുന്നതെന്ന് ആദ്യം വിശ്വസിക്കുക കേട്ടോ. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞാൻ കുറേ സംസാരിച്ചു. കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ മോട്ടിവേഷൻ അധികം പറയാത്ത കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ സ്നാക്കെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ബ്രെഡ് പക്കോടയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി പറയാണ്ടുന്നത്. കുറേ നാളായി ഈ ഒരു അസൂയനെ പറ്റിയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത്. ഇഷ്ടപ്പെടാത്തവർ വിട്ടേ. ഞാനാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുക. അധികം മത്സരിക്കാൻ ആളെ വിടലില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് നീ അടിപൊളിയാണെന്ന് സംഭവം എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്നിട്ടും ആയിട്ടില്ലെങ്കിൽ അവർക്ക് അത്രയും അസൂയാണ്, അവർക്ക് നമ്മളാവാനായിരിക്കും ആഗ്രഹമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അത് കണ്ടില്ല കേട്ടില്ല എന്ന് വിടുക കേട്ടോ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സത്യം എന്തായാലും ദൈവത്തിന് അറിയാലോ, പിന്നെന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ വിചാരിക്കുക. സത്യം മാത്രമേ ജയിക്കുമെന്ന് വിശ്വസിക്കാം. ഇനിയിപ്പോൾ ഞാൻ പണിക്കാർക്ക് ചായ എല്ലാം കൊടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ഉള്ളിൽ കുറച്ച് കെച്ചപ്പ് പറ്റി, പിന്നെ ആ ഒരു പൊട്ടറ്റോൻ്റെ മിക്സില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ കടലമാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, വർക്ക് ഏരിയ, ഈ നമ്മൾ ഒരു റൂം എടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ, സ്റ്റോർ റൂം. കാര്യത്തിൽ മഴയെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ നമ്മളെ കൈക്കോട്ട് കുങ്കോട്ട് ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതൊന്നും വെക്കാൻ സ്ഥലമില്ല. മഴ കൊണ്ടിട്ട് തുരുമ്പടിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിണറിൻ്റെ ഈ ഭാഗം കവർ ചെയ്തിട്ട് കിട്ടുകയും ചെയ്യും, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഏകദേശം സീലിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പുട്ടിയിട്ടിട്ട് പെയിൻ്റ് അടിക്കണം. ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. കല്യാണത്തിന് പോലാന്ന്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നെന്ന് പറയില്ല, നിങ്ങളെ മാത്രമല്ല കേട്ടോ, എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തും. എൻ്റെ പല്ല് നോക്കി, എൻ്റെ പല്ല് തീരെ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൈൻ്റെ കമൻറ്റ് ഇട്ടിങ്ങനെ രണ്ടാമത് കമൻറ്റ് ഇട്ടത് നിൻ്റെ പല്ല് കാണാൻ ഒട്ടും ഭംഗിയില്ല എന്നാണ്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, ഈ പല്ല് കിട്ടിയതിൽ ഞാൻ അള്ളാഹിനോട് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. പല്ല് ഭംഗിയില്ലെങ്കിൽ നമുക്ക് ക്ലിപ്പിടാനുള്ള ഓപ്ഷനല്ലേ. ഇതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ക്ലിപ്പിടാണ്ട് ഇങ്ങനെ വെച്ചത് കേട്ടോ. എന്നോട് ആരും ഇതുവരെ അത് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അൽഹംദുലില്ലാ, അത്ര തന്നെ. അപ്പോൾ നമ്മളതെല്ലാം പോസിറ്റീവായിട്ട് കാണാം കേട്ടോ, നെഗറ്റീവായിട്ട് കാണാതിരിക്കുക. നമുക്ക് നമ്മളറിയാം, നമുക്ക് നമ്മളോട് കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ കണ്ണാട വെക്കുമ്പോൾ നമുക്ക് ഭംഗിയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ആയിട്ട് ഇരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.